ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പഴം വെച്ചിട്ട് നമുക്ക് ഒരു അടിപൊളി ജ്യൂസ് തയ്യാറാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ നമുക്കതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കണമെന്നുള്ളത് ഒന്ന് നോക്കിയാലോ. അതിന് വേണ്ടിയിട്ട് ഞാനിതവിടെ വലിയൊരു നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ പഴത്തിന് പകരം നിങ്ങൾക്ക് റോബസ്റ്റ് പഴമോ അതല്ല ഇനി പൂവമ്പഴം വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. നിങ്ങളുടെ കയ്യിൽ ഏത് പഴമാണോ ഉള്ളത് അത് വെച്ചിട്ട് നമുക്ക് ഈ ഒരു ജ്യൂസ് തയ്യാറാക്കി എടുക്കാം കേട്ടോ. ഞാനിതവിടെ മിക്സിയുടെ ജാറിലേക്ക് പഴം ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഹോർലിക്സ് ആണ് കേട്ടോ. ഞാനിതവിടെ 5 രൂപയുടെ ഒരു ഹോർലിക്സ് എടുത്തിട്ടുണ്ട്. അത് മുഴുവനായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഹോർലിക്സിന് പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ബൂസ്റ്റും ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഹോർലിക്സ് ആണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ചെറിയൊരു കഷ്ണം പട്ടയാണ് കേട്ടോ. പട്ട അധികം ആവണ്ട, ചെറിയൊരു കഷ്ണം മതി. അപ്പോൾ അതങ്ങനെ അതും കൂടെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഐസ്ക്രീമും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഐസ്ക്രീം നിങ്ങളെ കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി, ഇല്ലാന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം കേട്ടോ. അപ്പോൾ ഇതങ്ങനെ ഐസ്ക്രീമും കൂടെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും കൂടെ ഞാനിതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ 1 സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുള്ളൂ. കാരണം ഹോർലിക്സിലും ഐസ്ക്രീമിലൊക്കെ അത്യാവശ്യം മധുരം ഉണ്ടാവും. അപ്പോൾ പിന്നെ അതിനനുസരിച്ചുള്ള പഞ്ചസാര മാത്രം നമ്മൾ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള പാലും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ അതങ്ങനെ ഞാൻ നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതങ്ങനെ നമ്മുടെ പഴം വെച്ചിട്ടുള്ള ജ്യൂസ് ഇത് അവിടെ റെഡി ആയിട്ടുണ്ട്. പഴം വെച്ച് എല്ലാവരും ജ്യൂസ് അടിക്കാറുണ്ടാവും, പക്ഷേ ഈ ഒരു രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കൊണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ മറ്റേ റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം കാണുന്നത് വരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും.